ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നെഗസ്റ്റിക്കിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റിക്കർ കളക്ഷൻസ് ഷോർട്സ് ചെയ്യാമെന്ന് മൊത്തം ഇൻക്ലൂഡ് ആവത്തില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ എടുത്തു, ലോങ് വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ മേക്കിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് പഠിച്ചാൽ നമുക്ക് നേരെ വീഡിയോ. അപ്പം നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഫസ്റ്റ് ഓർഡർ കാണിച്ചു തരാം. ഫസ്റ്റ് ചിത്രം എന്ന് വെച്ചാൽ ഇതാണ്. ഈ ഒരു ക്യൂട്ട് ആൻഡ് ഇവിടുത്തെ ഈ ചിത്രമാണ്. ഇതൊക്കെ പ്രിൻറ്റേഴ്സാണ്, മൊത്തം പ്രിൻറ്റേഴ്സാണ്. പിന്നെ ഞാൻ ഈ പീൽ ഓഫ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പീൽ ഓഫ് സ്റ്റിക്കേഴ്സ് ഇത് പീല് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതുപോലത്തെ സാധനം നിങ്ങൾക്ക് കിട്ടും. കടയിൽ പോയിട്ട് വാങ്ങിക്കാനും കിട്ടും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്സിൻ്റെ കവറിലും കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഈ സ്റ്റിക്കറിൻ്റെ കളക്ഷൻസ് വീഡിയോ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാണ്. സെക്കൻഡ് വൺ ഇത്. നിങ്ങൾ സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ സ്റ്റിക്കർ സംഭവം സെയിം ഈ പ്രിൻറ്റിങ് ബ്രഷൊക്കെ വെച്ചിട്ടുള്ള ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇത് ഇന്ന് ഞാൻ വരച്ചിട്ടുള്ള സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെങ്കിൽ ഈ ഒരു ചിത്രവും ക്യൂട്ടായിട്ടുള്ളത്. കുറച്ചും കൂടി ചിത്രം എനിക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇത് പിന്നെ കട്ട് ചെയ്യാൻ വിചാരിച്ചു, കുറച്ച് മടി. പിന്നെ ഈ ബോൾ ഇതൊക്കെ ഇതൊക്കെ ചെറുതായിട്ടുണ്ടെന്ന് കാണിക്കാം. ഇതും പിന്നെ ഇതൊക്കെ മിൽക്ക് റോസ്റ്റീസ്, പിന്നെ പട്ടിക്കുട്ടീസ്, ഒരു ഗിഫ്റ്റ് ബോക്സ്. നെക്സ്റ്റ് സെയിം ഒരു പെൺകുട്ടി. ഇതും പീല് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കറാണ്. എനിക്ക് പീൽ ചെയ്യുന്ന സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒട്ടിക്കുന്നതിനെക്കാട്ടും എനിക്ക് ഒട്ടും വേണ്ട അതുകൊണ്ട് പീൽ സ്റ്റിക്കർ, അതിലെ ചിത്രം. പിന്നെ നെക്സ്റ്റ് ഞാൻ തന്നെ വരച്ചതായിരുന്നു ഈ ഒരു സ്റ്റിക്കർ കൂടെ വെച്ച്. പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലത്തെ ഒരു ഹാർട്ടിനുള്ള ഒരു പട്ടിക്കുട്ടി നിൽക്കുന്നത്. പിന്നെ നമ്മൾ വരച്ചത് ഒരു ന്യൂട്ടെല്ലയുടെ സ്റ്റിക്കറാണ്. ഇതൊക്കെ നമ്മൾ ഗമ്മല്ലേ അത് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടത്. പീലിംഗ് സ്റ്റിക്കറൊക്കെ മിക്കത് ഞാൻ ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു റാബിറ്റ് കുട്ടി. പിന്നെ നമ്മൾ ഈ ഒരു ഡോൾഫിൻ അരച്ചിട്ടുണ്ടായിരുന്നു. ഈ പേര് തെന്നിച്ച അത്. പിന്നെ ഇത് സാൻട്രിയോ അല്ല, എന്തോ ഈ പേരുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല അങ്ങോട്ട്. ഇത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് അറിയുന്ന ആൾക്കാരെന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിൻറ്റിങ് ബ്രഷ്. പിന്നെ നമ്മളൊരു ക്യാരക്ടേഴ്സിനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുഴു, പിന്നെ ഈ ഒരു മൂന്നിൻ്റെ ഒരു ചിത്രം. ഇതൊന്നും ഞാൻ അച്ചടിക്കാണ്ട് വരച്ചതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ളത് ഈസി പീസി ഉള്ളതൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. റഫിലൊക്കെയാണ് ഈസി വരച്ചിട്ടുള്ളൂ. ഇതൊന്നും അച്ചടിക്കാൻ വരച്ചിട്ടുണ്ട്. അവിടെ ഇനി കുറേ മിസ്റ്റേക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇത് സാൻട്രിയോല്ല മൈമെൽഡി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് ഇവർ. മൈമെൽഡിയും കുറേ ചിത്രവും കൂടിയുണ്ട്. പിന്നെ ഇത് പാൻറ്. ഇതെൻ്റെ ഫേവറേറ്റ് അൺഓഫ് ഒരു പോപ്പർട്ടിയൊക്കെ കുറിച്ചിട്ട് നിൽക്കുന്നത് അടിപൊളി. പിന്നെ കുറച്ച് പാൻറ്റേഴ്സ് ഇങ്ങനത്തെ ഉണ്ട്, പലതരം ക്രിയോമിൻ്റെ പർപ്പിൾ കളർ വേർഷൻ ഉണ്ട്. പിന്നെ ബ്ലാക്ക് കളറൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ ഒരു പിന്നെ ഇത് അത്രയ്ക്കും കൊണ്ട് അയച്ച ഡ്രസ്സായിട്ടില്ല, എനിക്കില്ല. പിന്നെ നെക്സ്റ്റ് പിക്ചർ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു പൂവിൻ്റെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു പൂച്ചക്കുട്ടിൻ്റെത്.
പിന്നെ ഇത് ബി ടി എസിൻ്റെ ഇങ്ങനൊരു പേരുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ബി ടി എസിൻ്റെ അച്ഛനും അതാണ്. ഇതും സാൻഡ്രിയോ ത്രീമില വരുന്നൊരു ചിത്രം. സാൻഡ്രിയോ തീമിലുള്ള വേറൊരു ഇതും അറ്റ്ലീസ്റ്റ് സെയിം ആണ്. പക്ഷേ ക്യാരക്ടർ സെയിം ആണ്. അവിടെ ഇതിലെനിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടം. ചെറിയൊരു ദേഷ്യം വെച്ചെടുക്കാം ദേഷ്യം. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ക്യൂട്ടായിട്ട് വെച്ചിട്ട് പിന്നെ ഈ ഒരു ചിത്രം. പിന്നെ ഞാൻ ജേണൽ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കടൽ ക്ലൗഡിന് ഇൻസ്പയർ ആയിട്ടാണ് അത് ചെയ്തത്. അത് കാണിച്ചു തരാം. പിന്നെ ഈ ജെറീസിൻ്റെതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ്. ഇനി കുറച്ച് വേറെ ഒരു സാധനം ചെയ്യുക. ഇത് സ്റ്റിക്കർ കളക്ഷൻ പ്ലസ് എൻ്റെ കുറച്ച് ആക്രി സാധനങ്ങളും ചെയ്തിട്ടുള്ളതാണ്. ഇൻക്ലൂഡാണ് കുറച്ച് അനുസരിച്ച്. ഫസ്റ്റ് വണ്ണം ഇതാണ് നമ്മുടെ ബ്ലാക്ക് കളർ ചെയ്തത്. ഇതൊരു ഷീറ്റാണ്, നമുക്ക് കടയിൽ പറ്റൊക്കെ കിട്ടും. ആ ഷീറ്റിന് മുമ്പ് ഞാൻ തന്നെ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ബ്രാൻഡ് പരിപാടിയാണ്. ഫസ്റ്റ് നമ്മുടെ ടു ഡു ലിസ്റ്റിൻ്റെ വെച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോറടിക്കുമ്പോൾ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ ഈ ചിത്രം ഇത് അറ്റ്ലീസ്റ്റ് നിന്നാണ് കൊളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കൊളായി എന്നാൽ ഇത് ഉപകാരം ഉണ്ടാവില്ല. പിന്നെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഇതെൻ്റെ ഫസ്റ്റിലല്ല സ്ക്രാപ്പ് ബുക്കല്ല. ഇത് കുറച്ച് പഞ്ഞി നമ്മളുടെ കളറാക്കിയിട്ട് ഒട്ടിച്ചെടുത്താണ്. പിന്നെ ഒരു മോൺസ് ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് മൊത്തം ഉണ്ട്. കൈ കിട്ടിയതെല്ലാം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഈ കവായ് തിങ്ങിനെ വെച്ചിട്ട് ഞാനൊരു ജേണൽ ചെയ്തിട്ടുണ്ട്. ജനുവരി അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കടൽ ക്ലൗഡിൻ്റെ ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ജനുവരി ജേണലാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ നല്ല അത് തന്നെ നോക്കേണ്ട ആവശ്യമില്ല. മൊത്തം ഇങ്ങനെ ഇത് വരച്ചു. പിന്നെ ഇങ്ങനെ പറയാം എന്തുകൊണ്ടല്ലോ എൻ്റെ പേപ്പർ ഇതൊരു പേപ്പറുണ്ട്, അതാണിത്. പിന്നെ എൻ്റെ കലണ്ടർ വരച്ചു. പിന്നെ ഇത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഹാൻഡ് മെയ്ഡ്. ഇത് ഹാൻഡ് മെയ്ഡ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ ബൈ.